ഒറ്റപ്പാലം സീറ്റിൽ തന്നെ UDF സ്ഥാനാർത്ഥിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ശേഷം P. സരിനായി മാറി നിൽക്കേണ്ടി വന്നു. കൃത്രിമമായി ഉണ്ടാക്കിയ സമരത്തിലൂടെയാണ് സരിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചതെന്ന് ഹരിഗോവിന്ദൻ മീഡിയ വണിനോട് പറഞ്ഞു. KPCC സെക്രട്ടറിയായ ഹരിഗോവിന്ദൻ മാഷ് എന്നോടൊപ്പമുണ്ട്. ഇപ്പോൾ ഈ മാഷ് കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് കാര്യമായ ചർച്ചകൾ നടന്നിരുന്നു. ഇത്തവണ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാകുമോ? പറയാൻ കഴിയില്ലല്ലോ, പാർട്ടിയിൽ നിശ്ചയിക്കേണ്ടത്. പാർട്ടി പറയുന്ന ജോലി ചെയ്യുന്ന അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തനം ഞങ്ങൾക്ക് അവർക്കും അറിയാവുന്ന കാര്യമാണ്. പാർട്ടി എന്ത് പറയുന്നു അത് ചെയ്യും. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ചിറ്റൂരാണ് ചാർജ് വന്നു. ഞാൻ ചിറ്റൂർ തന്നെയായിരുന്നു. നമ്മൾ സുമേഷ് അച്ഛൻ്റെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി ചിറ്റൂർ നല്ല വിജയം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ SIR ബന്ധപ്പെട്ട് എന്നെ തരൂർക്ക് മാറ്റി. തരൂർ ഇത്ര ദിവസം തരൂരായിരുന്നു. ഇപ്പോൾ ഒറ്റപ്പാലത്തിൻ്റെ ചാർജ് വീണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഇനി ഒറ്റപ്പാലത്താണ് അത് SIR വന്നത്. പാർട്ടി പറയുന്ന പണി എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അത് നിർബന്ധമായും സത്യസന്ധമായും 100% ചെയ്യുക. ഈ മത്സരിക്കുകയാണെങ്കിൽ എവിടെ മത്സരിക്കണം? അത് ഒറ്റപ്പാലത്ത് തന്നെ മത്സരിക്കണം, അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടോ? അത് എവിടെയാണെങ്കിലും അന്നേ പറഞ്ഞല്ലോ, ഞാൻ അന്ന് മുല്ലപ്പള്ളി സാർ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഡു യു ഹാവ് എനി അതർ ഓപ്ഷൻ? ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. അല്ല, എൻ്റെ ജനിച്ചു വളർന്ന നാടാണല്ലോ. പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ആരാണോ പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി അവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കും. അതായത് ഒറ്റപ്പാലം സീറ്റിലാണെങ്കിൽ മത്സരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായി മത്സരിക്കും, അങ്ങനെയാണ്? അങ്ങനെയല്ല, പാർട്ടി എന്ത് പണി പറയുന്നു, പാർട്ടി എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത് വെച്ചാൽ ആ ജോലി ചെയ്യും. ഒറ്റപ്പാലത്ത് ആര് സ്ഥാനാർത്ഥി വന്നാലും, ഇപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് കോൺഗ്രസ് UDF ജയിക്കണം. UDF ജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായി മുൻപന്തിയിലുണ്ടാവും. ഇപ്പോൾ ഒറ്റപ്പാലം പൊതുവെ CPMൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് എന്നാണ് പറയുക. ഇപ്പോൾ അങ്ങനെ ഒറ്റപ്പാലത്ത് അത്ര ആത്മവിശ്വാസത്തോടെ മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന ഒരു ബോധ്യമുണ്ടോ? അല്ല, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് UDFന് അനുകൂലമായൊരു തെരഞ്ഞെടുപ്പാണ്. എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിൽ തിളക്കമാർന്ന വിജയം ഇക്കുറി UDFനുണ്ടാവും. കാരണം ജനം അത്രയും മടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മണ്ഡലവും ഇപ്പോൾ അങ്ങനെ ഒരു ബാലികേറ മലയല്ല. അതുകൊണ്ട് തന്നെ